ആരുണ്ടോ ഇവിടെ? ആ. ഞാനൊരു പുസ്തകം വായിക്കാം. മുസ്ലിമിന്റെ ജനനവും ജീവിതവും മുസ്ലിമിന്റെ ജനനം, മരണം, പരലോകം. TVM ഊർക്കടവ് എഴുതിയ പുസ്തകമാണ്. ഊർക്കടവ് കേട്ടോ. ഇന്ത്യയിലൊന്നും ഇല്ലാത്ത സാധനം നമ്മൾ എടുത്തു തരാം. എഡിറ്റർ TP ചെറുപ്പ ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. 1000 കോപ്പി 2015 ഇറക്കി. പുസ്തകത്തിന്റെ 450 രൂപ വിലയാണ്. 2 ബുക്സ് ആണ് ഇറക്കിയിരിക്കുന്നത് കോഴിക്കോട് ഉള്ളതാണ്. അപ്പൊ ആ പുസ്തകത്തിന്റെ മുസ്ലിമിന്റെ ജനനം, ജീവിതം, മരണം, പരലോകം, ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 448, 449. അതിൻ്റെ അകത്ത് പാപികളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. പാപികളുടെ റൂഹിനെ പിടിക്കാൻ വരുവാണ്. വായിക്കുകയാണ്. പിന്നീട് അസ്രായിൽ വരുന്നു. നീ ആരാണ്? എന്താണ് ആഗമനോദ്ദേശം? ഞാനാണ് മലക്കുൽ മൗത്ത്. ഐഹിക ലോകത്ത് നിന്ന് നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. മക്കളെ അനാഥരാക്കും, ഭാര്യയെ വിധവയാക്കും. നീ ഇഷ്ടമല്ലാത്തവരുടെ പേരിൽ നിന്റെ ധനം ചാർത്തി കൊടുക്കും. നീ നിനക്കോ ആഖിറത്തിനോ ആയി ഒന്നും ചെയ്തില്ല. നിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. ഇപ്പോൾ മുഖം പല ഭാഗത്തേക്കും തിരിച്ചു നോക്കും. ഇല്ല, പ്രയോജനമില്ല. ഇതൊരു നാടകം പോലാണ് കേട്ടോ. ഇല്ല, പ്രയോജനമില്ല. നീ നോക്കി നിൽക്കേ, നിന്റെ മാതാപിതാക്കളുടെ റൂഹ് പിടിച്ചത് ഞാനാണ്. നിന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് നിന്റെ ആത്മാവിനെ പിടികൂടുകയാണ്. നിന്നേക്കാൾ ശക്തരെയും ധനികരെയും ഞാൻ പിടികൂടിയിട്ടുണ്ട്. ധനം പറയും, നീ നിന്റെ ധനം അഗതികൾക്കോ അനാഥകൾക്കോ നൽകിയില്ല. ഇപ്പോഴത് മറ്റുള്ളവരുടെ ഉടമയിലേക്ക് നീങ്ങി. ധനവും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അത് ഇതാ വരുന്നു. മരണാസന്നർ പറയും, അല്ലാഹുവേ, അല്പം സാവകാശം നീ നൽകിയാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാം, ജീവിതശൈലി തന്നെ മാറ്റാം. അല്ലാഹു പറയും, ഇല്ല, സമയമായാൽ പിന്തിക്കുകയില്ല. സമയമാകും മുമ്പേ റൂഹിനെ പിടിക്കുകയുമില്ല. പിന്നീട് വിജയികളെ ശുഭകരമാവുകയും പാപികളെ ദയാ അവസ്ഥയിലും ആത്മാവിനെ പിടികൂടുകയായി. എങ്ങനുണ്ട്? അടിപൊളി. അതാണ് സംഭവം. എന്താ അവസ്ഥ? ശബ്ദമൊക്കെ ഉണ്ടാവോ ഈ മലക്കൽ മോത്തിന്? പറയായിരിക്കും. മരണം. മുഹമ്മദ് സ്വായുടെ ആഗമനം. പ്രകാശം മരണത്തിന്റെ ബുക്കാണേ. പ്രകാശം കാണുന്നതോടെ ദിശ മനസ്സിലാക്കുകയും ജിബ്രീലും കൂട്ടുകാരായ 3 പേര് അവിടെ ചെല്ലുകയും മുഹമ്മദ് നബി സായെ വിളിക്കുകയും ചെയ്യുന്നു. ക്ഷണം ആവർത്തിക്കുമ്പോൾ ഖബർ പിളരുന്നു. വേണം മ്യൂസിക് കിട്ടോ? തലയിലും താടിയിലും മറ്റുമുള്ള മണ്ണുകൾ തുടച്ച് ഖബറിൽ എഴുന്നേറ്റിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറിന്റെയും കൈകളിൽ പിടിച്ചു പുറത്തേക്ക് വരുന്നതാണ്. ആ സമയം ബിലാൽ മുആദിൻ ബാങ്ക് വിളിക്കുന്നതുമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നു. തന്റെ സമുദായത്തെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാഹളത്തിന്റെ അവസാനത്തെ ഊത്ത് നടന്നിട്ടില്ല എന്ന് നബി അറിയുന്നത്. മനസ്സിലായോ? എല്ലാം ഊത്ത് കഴിഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ടാണ് പോണത്. പുള്ളി ഇവിടുന്നേ എല്ലാരും ഊത്ത് കഴിഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേനേ ബാങ്ക് വിളി കഴിഞ്ഞപ്പോഴത്തേന് ബിലാല് ബാങ്ക് വിളി കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നു. തന്റെ സമുദായങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാഹളത്തിലെ അവസാനത്തെ ഊത്ത് നടന്നില്ല എന്ന് നബി അറിയുന്നതെന്ന്. ഹദീസിന്റെ അകത്ത് പറയുന്നത് അറിയാം, അവസാനത്തെ കാഹള ഊതുമ്പോൾ ഞാനായിരിക്കും മണ്ണ് മാറ്റി പുറത്തു വരുന്നേന്ന്. പണിപാളി. ഞാൻ എഴുതിയ പുസ്തകമല്ല കേട്ടോ, ചിരി എന്റേതാണ്. പുസ്തകം എന്റെ അല്ല. മുസ്ലിമിന്റെ ജനനവും ജീവിതവും മരണവും പരലോകം ഈ പറയുന്ന പുസ്തകത്തിലാണ്. ഇനി അടുത്തത് നോക്കട്ടെ. ഊത്തുകൾ. പേജിന്റെ പേരാ കേട്ടോ, ഊത്തുകൾ. അല്ലാതെ ഞാൻ എഴുതിയതല്ല. പുസ്തകത്തിന്റെ 450 പേജിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഊത്തുകൾ. ലോകാവസാനം അടുക്കുമ്പോൾ കാഹളത്തിൽ 2 പ്രാവശ്യമാണ് ഊത്തുണ്ടാവുക. ഒന്ന് മരിക്കാനും മറ്റേത് പുനർജന്മത്തിനും. ഇതാണ് പൊതുവെ ജനം മനസ്സിലാക്കിയത്. എന്നാൽ 3 പ്രാവശ്യം ഇതുണ്ടാകുമെന്ന് പണ്ഡിത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസം. പ്രസിദ്ധമായ 2 ഊത്തും ഉണ്ടാകുന്നതിന് മുമ്പാണ് ഒന്ന് നടക്കുക. എത്രേ ഊത്ത് ദീർഘിപ്പിക്കും. ഇത് 1 വർഷത്തിൽ കുറഞ്ഞ ഊത്ത് പരിപാടിയൊന്നുമില്ല കേട്ടോ സഹോദരന്മാരെ. മറ്റേത് 1 വർഷത്തും എന്താണ് സ്വർഗത്തില് അംഗം പെട്ടാണ് 1 വർഷം. ഇവിടെ 1 വർഷം നിർത്താതെ അങ്ങനെ ഊതും. ഭാര്യ
മറ്റേ കീബോർഡ് വെച്ചിട്ടേ ഇതായിരിക്കും. ആ അത് നോക്കിയേ എന്താണ് ഈ സംഭവം. ഒരു വർഷത്തോളം ഇത് ദീർഘിപ്പിക്കും. നേരിയ ഒരു കാറ്റായി തുടങ്ങുന്നു, പിന്നീട് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഇതിലെ 3 മണിയുടെ മുനിസിപ്പാലിറ്റിയുടെ സൈറൺ അടിക്കത്തില്ല, ആദ്യമേ പതുക്കെ ഊ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. പിന്നീട് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഈ കാറ്റ് തുടങ്ങി ശക്തി പ്രാപിക്കുമ്പോൾ ജനങ്ങൾക്ക് പരിഭ്രാന്തി തുടങ്ങും. ഗ്രാമവാസികൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും ജനവാസ സ്ഥലങ്ങളിലേക്ക് നീങ്ങും. നഗരങ്ങളിൽ അഭയം തേടുന്നവരും ഉണ്ടാവും. ആടുകളെ മേയ്ക്കുന്നവർക്ക് തന്റെ കാലുകളെ സംബന്ധിച്ച് ശ്രദ്ധയുണ്ടാവില്ല. കാട്ടുജീവികൾ ജനങ്ങളിലേക്ക് അടുത്തു വരും. കൊള്ളാം. ഇപ്പം വയനാട്ടിൽ അന്നേരപ്പം ഇതാണ് കേട്ടോ, ഭയം കൊണ്ടാണ്, ഇത് ഉപദ്രവിക്കാനല്ല. തുണിക്കടക്കാരന് കച്ചവടം കഴിഞ്ഞ് തുണി മടക്കി വെക്കാനാവില്ല, പാൽ കറന്നെടുത്ത് കുടിക്കാനാവില്ല, ഉയർത്തിയ ഭക്ഷണപ്പിടി വായിലേക്കിടാനാവില്ല. കാറ്റിന് ശക്തി കൂടുകയാണ്. കാറ്റിന്റെ മ്യൂസിക് ഒന്നിട്ടെ. കാറ്റിന് ശക്തി കൂടുകയാണ് സഹോദരങ്ങളെ, കൂടുകയാണ്. അപ്പോൾ മലകൾ മറിഞ്ഞു വീഴുകയോ അപ്പോൾ മലകൾ മറിഞ്ഞു വീഴുകയോ ഒഴുകി നടക്കുകയോ ചെയ്യുന്നു. ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളായ മലകളെ ജനം ഇപ്പോൾ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു. ശരിയാ, ബേക്കറൊക്കെ വെച്ച് അടിച്ചു പൊട്ടിച്ച്, ശരിയാണ്, എംസാൻഡും പീസാൻഡും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുക. ആണികൾ ഇളകുന്നതോടെ ഭൂമിക്ക് ചലനം തുടങ്ങും. ആണി ഇളകിയോണ്ടായിരിക്കും ഇന്തോനേഷ്യയിൽ ഇമ്മാതിരി ഇളക്കം. ഇതേ അനുഭവങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുല കൊടുക്കുന്ന സ്ത്രീകൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇതൊക്കെ എവിടുന്ന കോപ്പി അടിച്ചതെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ വാര്യ ബ്രോ? അന്ത്യകാലത്തിന്റെ സമയമാകുമ്പോഴത്തേനുവേ ബൈബിളിൻ്റെ അകത്ത് ചില ഭാഗങ്ങളുണ്ട്, ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതേ അനുഭവങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുല കൊടുക്കുന്ന സ്ത്രീകൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഗർഭിണികൾ സമയമാകുമ്പേ പ്രസവിച്ചു പോകും. ജനം മദ്യലഹരിയിൽ അകപ്പെട്ടതുപോലെയാകും, പക്ഷെ ലഹരി ഉപയോഗിച്ചവരല്ല. ഇബ്നു ഉവയത്ത് കബ്ബ് പറയുന്നു, ജനം അങ്ങാടിയിൽ നിൽക്കവേ സൂര്യൻ അന്ധകാര നിബിഡമാകുന്നു, നക്ഷത്രങ്ങൾ വീഴുന്നു, മലകൾ മറിഞ്ഞു വീഴുന്നു, ഭൂമി ചലിക്കുന്നു, ഭയവിഹരായ ജിന്നുവർഗം മനുഷ്യരെ സമീപിക്കുന്നു, മനുഷ്യർ ജിന്നുകളെയും, മൃഗങ്ങളും പക്ഷികളും വന്യജീവികളും ചിന്നച്ചിതറി ഓടുന്നു. പടക്കട്ടെ പടക്കട്ടെ. ഖുറാനിൽ ഇവയെല്ലാം പരാമർശിക്കുന്നതിനാൽ നിഷേധിക്കാനാവില്ല. സർവനാശത്തിന്റെ ഊത്താണ് രണ്ടാമത്തേത്. അതിനായി അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, കഠോരമായിരിക്കും അത്. അതോടെ 7 ആകാശത്തിന്റെ മുതൽ 7 ഭൂമിയുടെ താഴെ വരെയുള്ള അള്ളാഹു ഉദ്ദേശിച്ച എല്ലാവരുടെയും റൂഹിനെ അസ്രായിൽ പിടിക്കും. ഈ പിടുത്തത്തിൽ പെട്ടിട്ടല്ലാതെ ഇബ്ലീസിന്റെ റൂഹിനെ പിടിക്കുന്ന കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്റെ പൊന്നടാവേ, ഊത്തോടൂത്ത്. സർവനാശത്തിന്റെ ഊത്താണ് രണ്ടാമത്തെ ഊത്ത്. അവിടെ വെച്ച് ഇബിലീസിനെ പിടിക്കും. ഇനി ഇബിലീസിന്റെ മരണം, ഇബിലീസിനെ കൊന്നുകളയോ കേട്ടോ വാര്യർ ബ്രോ. ഇബിലീസിനെ കൊല്ലുകയാണ് സുഹൃത്തുക്കളെ, ഇബിലീസിനെ കൊല്ലുകയാണ്. ഇബിലീസിനെ കൊല്ലുന്നതും കൂടെ നമുക്ക് വായിക്കാം. അസ്രായേലിനോട് അല്ലാഹു പറയും, ആകാശഭൂമികളിലുള്ള എല്ലാവരുടെയും ശക്തി നിനക്ക് തന്നിരിക്കുന്നു, ഇനി എല്ലാവരെയും കോപവും വെറുപ്പും നിനക്ക് ധരിപ്പിക്കുന്നു. എല്ലാം അടിച്ചേൽപ്പിച്ച് വിടുക പാവപ്പെട്ടവനെ. കഠിനമായ കോപത്തോടെ ശപിക്കപ്പെട്ട ശൈത്താന്റെ അടുത്തേക്ക് പോവുക, അവന്റെ ആത്മാവിനെ പിടിക്കുക, മനുഷ്യ ജിന്നുകളുടെ മരണത്തിന്റെ കൈപ്പുരസം അവൻ അനുഭവിപ്പിക്കുക, കോപാഗ്നിയിൽ ജ്വലിക്കുന്ന സബാനിയാക്കൾ എന്ന മാലാഖമാരുടെയും കൂട്ടുക. ഭീകര രൂപത്തിൽ അസ്രായേൽ ഇറങ്ങുന്നു. ഭീകര രൂപത്തിൽ ഇറങ്ങുന്നു, പേടിച്ചോ കേട്ടോ. കോക്കാച്ചി വരുന്നുണ്ട്, കോക്കാച്ചി വരുന്നുണ്ട് സുഹൃത്തുക്കളെ, കോക്കാച്ചി. ഇബ്ലീസിനോട് പറയുക, നിൽക്കൂ ഇവിടെ, നീ വഴിപിഴച്ചവരുടെ എണ്ണമനുസരിച്ച് മരണവേദന അനുഭവിക്കുക. നീ എങ്ങോട്ടാണ് ഓടുന്നത്? അവൻ ഓടുന്നിടത്തെല്ലാം മലക്ക് ചെല്ലും. ദുനിയാവിന്റെ മധ്യത്തിൽ ആദൻ നബിയുടെ ഖബറിനടുത്ത് അവനെത്തും. പണിവാളി, അള്ളാന്റെ പുള്ളേ, കോഴിക്കോട് വരും കേട്ടോ വാര്യ ബ്രോ. ന്യൂക്ലിയറേ, എസ്രേനെ, കോഴിക്കോട് വരും, കോഴിക്കോട്. കാരണം കോഴിക്കോട് ആദമിന്റെ ഖബറുണ്ടെന്നും കൊണ്ട് ഒരു നീണ്ട സിയാറത്ത് നടത്തുന്ന സ്ഥലമുണ്ട്. അപ്പൊ കോഴിക്കോട് എത്തുവരും കേട്ടോ. അവിടുന്ന് കൊയിലാണ്ടി വരി ഓടിപ്പോകാതിരുന്നാ മതി. ആദമേ, നിന്റെ കാരണത്താലാണ് ഞാൻ ശപിക്കപ്പെട്ടു പോയത്. ഇവിടെയും പ്രാക്കാ കേട്ടോ. നിന്നെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യും. തൗബയുടെ ചാൻസ് കഴിഞ്ഞു, ഇനി സുജൂദിൽ കാര്യമില്ല. അപ്പോൾ ഇബ്ലീസ് പറയും,
ഇത് ആദമിന്റെ കബറാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുജൂദ് ചെയ്യുമായിരുന്നില്ല എന്നാണ് അപ്പോൾ പറയുക. ഇബ്ലീസ് ഏത് വിധേനയാണ് എന്റെ റൂഹിനെ പിടിക്കുന്നത്? മലക്ക് നരകീയർ മുഴുവനും അനുഭവിക്കുന്ന വേദനയോടെയാണ്. ഐഹിക ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ ഓടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ സ്ഥലത്ത് വന്ന് നിൽക്കും. സബാനിയാക്കൾ ചങ്ങലയിൽ ബന്ധിച്ചു അള്ളാഹു ഉദ്ദേശിച്ച അത്രയും കലുഷിതമായ രൂപത്തിൽ അവന്റെ ആത്മാവിനെ പിടിക്കും. ഇവിടെ ഇതൊരു വല്ലാത്ത സംഭവം കേട്ടോ. ട്രാക്കുള കഥ പോലും ഇല്ല കേട്ടോ. ഓ അതായത് നീ മ്യൂസിക് ഇങ്ങനെ വരും. ഓ എന്റെ പൊന്നെ, ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ ഇത്. ഇനി അടുത്തത് ഈ അള്ളാഹുവിന്റെ പണിക്കാരനുണ്ടല്ലോ അസ്രായേല്, എല്ലാവരുടെയും റൂഹിനെ പിടിക്കാൻ നടന്ന ആ പുള്ളിയും കൊല്ലും. അസ്രായേലിന്റെ മരണം, പിന്നീട് ബാക്കിയുള്ള മലായിക്കത്തുകളെയും റൂഹിനെയും പിടിക്കപ്പെടും. അവസാനം അസ്രായേലിന്റെ റൂഹിനെ അള്ളാഹു പിടിക്കുന്നു. അത്ര നേരം പണിയെടുത്തവനെ കൊന്നുകളയും കേട്ടോ. തത്സമയം ഉണ്ടാകുന്ന ശബ്ദം ആകാശഭൂമിയിലുള്ളവർ മരിച്ചു പോകാവുന്നത്രയും ഭയാനകമാണ്. ഇതേ അവസ്ഥയിൽ 40 വർഷം നീണ്ടു നിൽക്കും. ആകാശ ലോകത്തോട് അള്ളാഹു ചോദിക്കും, ആർക്കാണ് രാജകീയ അധികാരം? മറുപടി ഉണ്ടാവൂല. ഭൂമി ലോകത്തോട് ചോദിക്കും, പക്ഷെ മറുപടി പറയാൻ ആരുമില്ല. അള്ളാഹു തന്നെ പറയും, ഏകനായ അള്ളാഹുലാണ് പരമാധികാരം. ഭൂമിയിലുള്ള സകല മനുഷ്യരെയും കൊന്നു തള്ളിക്കഴിഞ്ഞിട്ട് ഭൂമിയോട് ഭൂമി പിന്നെ ചോദിക്കും ആർക്കാ അധികാരം എന്ന് വെച്ചാൽ ഭൂമിയിൽ ആരേലും ഉണ്ടോ അള്ളാഹുവേ? ഇത് ഏത് സാധനം വലിച്ചിട്ടാണോ ഇതൊക്കെ എഴുതി വെച്ചത്? അതോടുകൂടി ഭൂമിയുടെ ഗതിമാറ്റം നടക്കും. തുടർന്ന് ആകാശ ഭൂമികളുടെ ഘടനയിൽ പുതിയ രൂപം നൽകുന്നു. നാം അറിഞ്ഞ ഭൂമിയല്ലത്, കുന്നുകളോ കുഴികളോ ഇല്ലാത്ത നിരപ്പായ ഭൂമി. അർശിന്റെ താഴെ നിന്നും ഒരു ജലം വർഷിക്കുന്നു. മൂത്രമൊഴിക്കുന്നതാണോ ആർക്കറിയാം. ബീജരൂപത്തിലാണ് ആ ജലം. കൊള്ളാലോ. 12 മുഴം പൊങ്ങി നിൽക്കും. അപ്പൊ അത് തന്നെ വാര്യം ബ്രോ, നിങ്ങളിത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ വായിക്കാം. തുടർന്ന് ആകാശഭൂമികളുടെ ഘടനയിൽ പുതിയ രൂപം നൽകുന്നു. നാം അറിഞ്ഞ ഭൂമിയല്ലത്, കുന്നുകളോ കുഴികളോ ഇല്ലാത്ത നിരപ്പായ ഭൂമി. അർച്ചിന്റെ താഴെ നിന്ന് ഒരു ജലം വർഷിക്കുന്നു. ഇരുന്ന് മുള്ളുന്നയാ. ബീജരൂപത്തിലാണ് ആ ജലം. 12 മുഴം പൊങ്ങി നിൽക്കും അത്. ബീജരൂപത്തിലുള്ള ജലം 12 മുഴം പൊങ്ങി അല്ല അന്നേരത്തെ മ്യൂസിക്, അന്നേരത്തേന് മറ്റേ വിഷാദ മ്യൂസിക് ഒക്കെ മാറിയട്ടോ. മായിൽ ഹയാത്ത് എന്നാണ് ജലത്തിന്റെ പേര്. ആദ്യാവസാനം മരിച്ചുപോയ ശരീരങ്ങൾ പൂർവ്വരൂപം പ്രാപിക്കുന്നതാണ്. ചാരമാക്കി വെള്ളത്തിലൊഴിക്കിയതും കാറ്റിൽ പറത്തിയതും മണ്ണായി ദ്രവിച്ചു പോയതുമെല്ലാം മരിക്കുമ്പോൾ അവസ്ഥ പ്രാപിക്കും. കുട്ടികൾ കുട്ടികളായും പ്രായമുള്ളവർ അതേ രൂപത്തിലുമാവും. അവകൾക്ക് അപ്പോൾ ആത്മാവുകൾ തിരിച്ചു വന്നിട്ടില്ല. ആത്മാവ് വന്നിട്ടില്ല പിന്നെ എങ്ങനെ ജീവിക്കും? വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ഇനി വിളിക്കാൻ തുടങ്ങി, അവന്റെ ആത്മാവ് ഇളകാൻ തുടങ്ങി, കോഴിനീസ് വിളിക്കാൻ തുടങ്ങി. ഇനി വിളിക്കവൻ, കോഴി നീ വിളിക്കൂ. അപ്പം ഇവന്റെ ജലം എവിടുന്ന? അർശിന്റെ അടിയിൽ നിന്നാണ്. അപ്പൊ ഭൂമിയിലുള്ള മുഴുവനും കോഴിനീസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കോഴിനീസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു ചെറിയ സെക്കൻഡ് ബ്രേക്ക് എടുക്കണം. കോഴിനീസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ബ്രേക്ക്. അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത് എന്താണ്? ഭൂമിയിലുള്ള വെള്ളം പോയി, ആകാശം എല്ലാം പോയി, അവസാനം പുള്ളിയുടെ അർശിന്റെ അടിയിൽ നിന്ന് വെള്ളം വരുമെന്ന് പറയുന്നത്. ഇത് എങ്ങനെ? ഇത് ആരും ഇല്ലാതെ കൂരിട്ടത്തിരിക്കല്ലേ? അതല്ല, പുള്ളി ഒറ്റക്കിരുന്നേ, കൂരിട്ടല്ലേ മൊത്തം. ഒറ്റക്കിരുന്ന് പേടിച്ചിട്ടങ്ങാണ്ട് മൂത്രം ഒഴിക്കും. അപ്പൊ പുള്ളിയുടെ തന്നെയാ സാധനം അല്ലേ? പിന്നെ വേറെ അർശിന്റെ താഴെ നിന്ന് ഒരു ജലം വർഷിക്കുന്നു. അർച്ചെന്ന് വെച്ചാൽ സിംഹാസനത്തിന്റെ താഴെ, അതിന്റെ അടിയിൽ നിന്ന് വെള്ളം വരും. പുള്ളി ഒറ്റക്കിരുന്ന് കൂരിരുട്ടിന്റെ അകത്തിരുന്ന് പേടിച്ച് മൂത്രം ഒഴിച്ചു. എന്നായിരിക്കാം അതിൻ്റെത്. ആ ജലം 12 മുഴം പൊങ്ങി നിൽക്കുമെന്ന്.
ഓ, അപ്പൊ പിന്നെ പേടിച്ച് മൂത്രമൊഴിച്ചതല്ല, ഇരുട്ടിന്റെ മറയത്ത് വേറെ എന്തൊക്കെയോ ആണ്. വേറെ എന്നാ ബീജ രൂപത്തിലാണ് ആ ജലം വരുന്നത് കേട്ടോ. അപ്പൊ വേറെ എന്തോ ഇടപാടാ. ഇല്ലല്ല, ഇത് ജലം എന്ന് ഈശ്വരനെ പറയരുത്. അർശിന്റെ കീഴിലെ ജലമല്ല, അത് അള്ളാഹു പുരുഷന്റെ ശുക്ലം പോലെ ജലം പുറപ്പെടുവിക്കുമെന്നാ. എന്റെ പൊന്നെ, അത് എന്താന്ന് അവരത് പറഞ്ഞാൽ ഈ പുള്ളി ട്രാൻസ്ലേറ്റ് തന്നെയല്ലേ ചെയ്തില്ല, മലയാളത്തിനകത്ത് ഇത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല, അത്രേ ഉള്ളൂ കാര്യം. ജലം പുരുഷന്റെ ആ ജലം ശുക്ലം ജലം പോലെ ശുക്ലം പുറപ്പെടുവിക്കും, മനുഷ്യനുണ്ടെങ്കിൽ അങ്ങനെയല്ലേ? ജലം പുറപ്പെടുവിക്കും. എന്റെ പൊന്നടവേ, ആരും ഇല്ല ഭൂമിയിലും സ്വർഗത്തിലൊന്നും ഒരു മനുഷ്യല്ല, ഈ മനുഷ്യൻ മാത്രമല്ല അവിടെ. ആ മനുഷ്യന്റെ അർച്ചിന്റെ അടിയിൽ നിന്നാണ് ഈ വെള്ളം, അതും ബീജരൂപത്തിലാണ് ആ ജലം. 12 മുഴം ഇപ്പൊ പൊങ്ങി മനസ്സിലായോ? നിൽക്കും. ഇപ്പൊ മനസ്സിലായോ ബീജരൂപത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിപ്പോഴാണ് നസ്രൻ കേട്ടത്. ഞാൻ ഇത് എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞ്. ഉം അല്ല, ഈ കോഴിനിസു എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെന്താന്നറിയാ അജീഷ് ബ്രോ, കോഴിനിസു, ഇപ്പോഴത് ക്ലിക്കായേ. ഈ പുള്ളിയുടെ അർഷിനടിയിൽ ഒരു കോഴി ഉണ്ടെന്നൊരു സാധനം ഇല്ലായിരുന്നോ? അല്ല, ഈ ആ ബീജരൂപത്തിൽ ശുക്ലം പുറപ്പെടുവിക്കണമെങ്കിൽ അള്ളാഹുവിന് സുനോഗ്രാഫി വേണ്ടായോ? വേണം. മിയാമിയോക്ക് അറിയാമായിരിക്കും, മിയാമിയോടൊന്ന് ചോദിച്ചേ. എന്താ അവസ്ഥ. തുടർന്ന് ആകാശഭൂമികളുടെ ഘടനയിൽ പുതിയ രൂപം നൽകുന്നു. നാം അറിഞ്ഞ ഭൂമിയല്ലത്, കുന്നുകളോ കുഴികളോ ഇല്ലാത്ത നിരപ്പായ ഭൂമി. അർച്ചിന്റെ താഴെ നിന്ന് ഒരു ജലം വർഷിക്കുന്നു. പിന്നെയും വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവന്റെ മേത്തേക്കായിരിക്കും ആ വെള്ളം വീഴുന്നേന്ന് തോന്നുന്നു. ബീജരൂപത്തിലാണ് ആ ജലം. 12 മുഴം പൊങ്ങി നിൽക്കും അത്. ആ എന്തെടാ ഉവേ. ഇനി കൊന്നുകളഞ്ഞ മലക്കുകൾക്ക് പുനർജീവനം, അത് വായിക്കാം. 40 വർഷക്കാലം ഇതേ അവസ്ഥയിൽ കഴിഞ്ഞാൽ മലക്കുകളിൽ ഉന്നത സ്ഥാനീയരും അർച്ചിന്റെ ചുറ്റുഭാഗത്തുമുള്ളവരുമായ കറൂബിയൻ എന്ന വിഭാഗം മലക്കുകളെ ഹയാത്താക്കുന്നു. പിന്നീട് ഇസ്രാഫീൽ, അസ്രായേൽ, മികായിൽ, ജബിരിയിൽ എന്നിവരെ ജീവിപ്പിക്കുന്നു. അപ്പൊ ഇവരെല്ലാരും തട്ടിക്കളഞ്ഞു കേട്ടോ, വെടിവെച്ചു വന്നതായിരിക്കും. പിന്നെ ഇവരെ വിചാരണ ചെയ്യുന്നു. ആ കൊള്ളാം, ബോയ് ഭാഷ ഒന്നും കേൾക്കുന്നില്ല. ഇവരെ വിചാരണ ചെയ്യുന്നു. 4 കിതാബുകളെയും 100 ഏടുകളെയും ഞാൻ അതിൻ്റെതായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് ജിബ്രീലിനെ വിചാരണ വേളയിൽ പറയുന്നതാണ്. റിളവാനെ വിളിച്ചു സ്വർഗം തുറന്ന് നബിയുടെ ആഗമനത്തിനായി മോടി വരുത്തുവാൻ. മോദി അവിടെ ഉണ്ട് കേട്ടോ. അല്ലാഹു കൽപ്പിക്കുന്നു. ബുറാക്ക് എന്ന പ്രത്യേക വാഹനം ഒരുക്കി വെക്കുന്നു. ലിവാഹുൽ ഹദ് എന്ന പതാകയുമായി 4 പ്രധാന മലക്കുകൾ നബീസയുടെ ഖബറിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അവർ ഭൂമിയിലെത്തി സുഹൃത്തുക്കളെ, അവർ ഭൂമിയിലെത്തി. പക്ഷെ ഭൂമി സമനിരപ്പായി കാണുന്നു. ഖബർ എവിടെയാന്ന് വ്യക്തമല്ല. പണി പാളി. പിന്നെയും പണി പാളി. മുഹമ്മദിന്റെ ഖബർ നോക്കി വന്നപ്പോ ഭൂമി സമനിരപ്പായി പോയി. എന്റെ ക്രിസ്റ്റീനെ, എന്നാ സാധനം ഈ പൊങ്ങി വരുന്നത്. ഇതെന്താ അറിയോ, മുഹമ്മദിനെ വിളിക്കാൻ വേണ്ടി മലക്കുകളുടെ കൊടിയും കൊടുത്ത് വിട്ടിരിക്കുക. ലിവാഹുൽ ഹദ് എന്ന പതാകയുമായി 4 മലക്കുകൾ നബീസയുടെ ഖബറിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അവർ ഭൂമിയിലെത്തി. പക്ഷെ ഭൂമി സമനിരപ്പായി കാണുന്നു. ഖബർ എവിടെയാണെന്ന് വ്യക്തമല്ല. ജബ്രീൽ വിളിച്ചു പറയുന്നു, ദുനിയാവേ, മുത്തുനബിയുടെ ഖബർ എവിടെ? എന്നെ ഇടിച്ചു നിരത്തിയതിനാൽ എവിടെയെന്ന് അറിയുന്നില്ല. അപ്പോൾ നബിയുടെ ഖബറിന്റെ നേരെ മേലോട്ട് ഒരു പ്രകാശ സ്തൂപം മേലോട്ട് ഉയരുകയാകും. ഇപ്പൊ ക്രിസ്ത്യൻ ഇട്ട സാധനം ശരിയാണ് കേട്ടോ, മണ്ണ് മാറ്റി പുറത്തു വരും. ഇനി മുഹമ്മദിന്റെ ആഗമനം ഞാൻ നേരത്തെ വായിച്ചാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പ്രകാശം കാണുന്നതിലൂടെ ദിശ മനസ്സിലാവുകയും ജിബ്രീലും കൂട്ടുകാരായ 3 പേര് അവിടെ ചെല്ലുകയും മുഹമ്മദ് നബീസയെ വിളിക്കുകയും ചെയ്യുന്നു. ക്ഷണം ആവർത്തിക്കുമ്പോൾ ഖബർ പിളരുന്നു. തലയിലും താടിയിലും മറ്റുമുള്ള മണ്ണുകൾ തുടച്ച് ഖബറിൽ എഴുന്നേറ്റിരിക്കുന്നു. കട്ടൻ ചായ കൊടുക്കുമെന്ന് ആർക്കറിയാം. അബൂബക്കർ സിദ്ദിഖിന്റെയും ഉമറിന്റെയും കൈകളിൽ പിടിച്ചു പുറത്തേക്ക് വരുന്നതാണ്. ആ സമയം ബിലാൽ മുആദിന്റെ ബാങ്ക് വിളിക്കുന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ എത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇനിയാണ് കോമഡി. തന്റെ സമുദായങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാഹളത്തിന്റെ അവസാനത്തെ ഊത്ത് നടന്നിട്ടില്ല എന്ന് നബി അറിയുന്നത്. ആ മനുഷ്യൻ അവിടെ കാണും കിടന്ന് ഉറങ്ങി സുഖമായിട്ട് അടിയും മേടിച്ച് അവിടെ കിടന്നേരെ. അല്ല, ഈ പുള്ളി എണ്ണീറ്റ് അവിടെ ചെന്നാൽ ഈ കോഴിനിസൂനെ പോലുള്ളവരെ പറ്റി വേണ്ടേ പറയാൻ.
അത് പറയാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണിത്. ഓ, എന്താ കാട്ടില് പുസ്തകം നാളുകൾക്ക് ശേഷം ഒന്നുകൂടെ ഒന്ന് വെറുതെ വായിച്ചു. ബാക്കി ഒന്നുകൂടെ കേട്ടോ. എനിക്ക് ചിരിക്കാൻ വയ്യ. ഇതേ അള്ളാഹുവിന്റെ സ്ഥലത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. നരകത്തിലെ ഭക്ഷണം അള്ളാഹുവിന്റെ അടുത്തുള്ള ഭക്ഷണമാണ് കേട്ടോ. നരകത്തിലെ ഭക്ഷണപാനീയങ്ങളും മറ്റ് സ്ഥിതിവിശേഷങ്ങളും ഒരു സാമ്പിൾ വിവരിക്കാം. ഈ പുള്ളി അവിടെ പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. TVM ഊർക്കടവ് അവിടെ പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. കടവ് വഴി ചാടി വീണതായിരിക്കും. കറുത്ത മുഖം, പണിവാളി. ഇരുളടഞ്ഞ കണ്ണുകൾ, ബുദ്ധിക്ക് ചിന്തിക്കാൻ ശക്തിയില്ല. തലകൾ കുബ്ബകൾ പോലെ, കുബ്ബകൾ പോലെ. പർവ്വതം കണക്കെ ശരീരം. അവിടെ എത്തിയാൽ ഒരു മരണമോ നാശമോ ഇല്ലാതാവലോ ഇല്ല. എടാ പിന്നെ ഇവിടുന്ന് മരിച്ചല്ലേ പോകുന്നത്, പിന്നെ അവിടെ ചെന്നിട്ട് ഇനി എന്നാ മരണം? ഇവന് എന്ത് സാധനമാണോ വലിച്ചത്? 70 ഇരട്ടി കനമുള്ള തോൽ, വയറുകളിൽ സർപ്പങ്ങൾ, ആമം, ചങ്ങലകൾ കൊണ്ട് ബന്ധിതർ. ശിക്ഷകൾ അസഹ്യമാണ്. ഞങ്ങൾ പിഴച്ചവരാണ്, ശിക്ഷയിൽ നിന്ന് മാറ്റിത്തരണേ, ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്നിങ്ങനെ പാപികൾ വിലപിച്ചുകൊണ്ടേയിരിക്കും. മുഹമ്മദിന്റെ ആ വിലാപം ഒന്ന് ആലോചിച്ച് നോക്കി. കള്ളാന്റെ പുള്ളേ, ഞാൻ എന്നാക്ക പണി അനക്ക് വേണ്ടി ചെയ്തയാടാ പകയാ, എന്റെ വയറ്റത്ത് ഇതേ ഇപ്പം മാണിക്കം സർപ്പമാണല്ലോടാ ഓടിക്കളിക്കണേന്നും പറഞ്ഞുകൊണ്ട് ദാഹജലത്തിനായിട്ട് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. 1000 വർഷത്തിൽ ഒരിക്കൽ മാലിക്ക് വിളി കേൾക്കും. മാലിക്ക് കേട്ടോ, മുതലാളി വിളി കേൾക്കുമെന്ന്. ഒരു മേഘം മെല്ലെ പ്രത്യക്ഷപ്പെടും. മഴ വർഷിക്കുകയാണെന്ന് അവർ കരുതിയിരിക്കും. തീക്കല്ലുകളാണ് വർഷിക്കുന്നത്. തല തുളച്ചു കയറി പിൻദ്വാരത്തിലൂടെ പുറത്തു വരുന്നത്. ഇവർക്ക് മുൻദ്വാരം പിൻദ്വാരവും ഉള്ള പരിപാടി കേട്ടോ. ചിലപ്പോ ഇവരുടെ ഭാര്യ ബ്രോ, ഈ കല്ലേ പിൻദ്വാരത്തിലൂടെ പോകാൻ വേണ്ടിയുള്ള ഇപ്പോഴത്തെ ഒരു ഇതായിരിക്കാം ചിലപ്പോ ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നേ, ട്രെയിനിങ് ആയിരിക്കാം. പിന്നെ 1000 വർഷം ഇതേ നിലവിൽ നിൽക്കും. ഒരു മേഘം വരും, അതിൽ വമ്പൻ സർപ്പങ്ങളും തേളുകളുമായിരിക്കും. അവയുടെ ദംശനങ്ങളാണ് അടുത്ത പരിപാടി. വീണ്ടും 1000 വർഷം കേഴുമ്പോൾ മേഘം വരും. കഠിന ചൂടുള്ള പാനീയങ്ങൾ പ്രവഹിക്കുന്നതാണ്. അതിന്റെ അനന്തരഫലങ്ങൾ വിവരണീതമാണ്. ഭക്ഷണത്തിനായി യാചിക്കുമ്പോൾ മുള്ളുകൾ ഭക്ഷിപ്പിക്കുന്നു, ടാറിന്റെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. അവിടെ റോഡ് പണിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നേ അജിഷ്റോ, എനിക്ക് തോന്നുന്ന സംഭവം എന്താണെന്നറിയോ, ഈ പറയുന്ന പുള്ളി മിക്കവാറും ഈ സ്വർണ്ണക്കടത്തിൽ പെട്ടിട്ടുണ്ടാവും. ഈ പുള്ളി മൂത്രം ഒഴിക്കാൻ പോയപ്പോ ഈ കിഡ്നിയുടെ സ്റ്റോൺ കയറി അവിടെ അങ്ങാണ്ട് തടഞ്ഞു നിന്നു. ഇതൊക്കെയാണ് സാധനം. മരണം മരിക്കുന്നുണ്ട് കേട്ടോ ഈ പുസ്തകത്തിലെ. പേജ് നമ്പർ 481. മരണം പിന്നെയും മരിക്കുന്നു. മരണം മരിക്കുന്നു. ഇന്നത്തെ കഥയുടെ പേരാണ് സമ്പുജരായ കലാസ്ത്രീകളെ മരണത്തിന്റെ മുഹമ്മദ് റസൂലുള്ളാഹിയും കൂട്ടരും അവതരിപ്പിക്കുന്ന ഇന്നത്തെ നാടകത്തിന്റെ പേരാണ് മരണം മരിക്കുന്നു. എല്ലാവിധ ശുപാർശകളും ശുപാർശ ചെയ്തു കഴിഞ്ഞ് ഏതെങ്കിലും പേരിൽ ബന്ധപ്പെട്ടവരെയെല്ലാം രക്ഷപ്പെടുത്തി പണക്കൂത്തും ഈമാൻ സൽക്കാരങ്ങൾ ഉള്ളവരെയെല്ലാം നരകമോചിതരാക്കി അള്ളാഹു തന്റെ ഔദാര്യപൂർവം കുറെ പേരെയും സ്വർഗത്തിൽ കടത്തി. പുള്ളി ഔദാര്യത്തിന്റെ ആളാ കേട്ടോ. പുള്ളി പിൻവാതിൽ നിയമനം നടത്തുന്ന ആളാ. ഇനി ഒരു വിശ്വാസിയും സ്വർഗത്തിൽ കടക്കാത്തതായി ഉണ്ടാവില്ല. പിന്നീട് എന്തായിരുന്നു ഏഞ്ചലെ? അള്ളാഹു തന്റെ ഔദാര്യപൂർവം കുറെ പേരെ സ്വർഗത്തിൽ കടത്തി. ഇനി ഒരു വിശ്വാസിയും സ്വർഗത്തിൽ കടക്കാത്തതായി ഉണ്ടാവില്ല. പിന്നീട് മൗദിനെ കൊണ്ടുവരുന്നു. മരണമെന്ന യാഥാർത്ഥ്യം വിശദീകരിക്കാൻ അറിയില്ല. അതെ, മരണം സുന്ദരമായ ഒരു ആടിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ആട് പണിയാ കേട്ടോ പിള്ളാരെ. മൗദിനെ കൊണ്ടുവരുന്നു. മരണം എന്ന യാഥാർത്ഥ്യം വിശദീകരിക്കാനല്ല, അതെ, മരണം സുന്ദരമായ ഒരു ആടിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ചുമ്മാ തല്ലിമാര് മൊത്തം ആടിനെ പോലെ കൂടെ വളർത്തി നടക്കുന്നത് കേട്ടോ. ദേഷ്യം തീർക്കുകയാണെന്ന് തോന്നുന്നു. അതിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും അറക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് മരണമില്ല. സ്വർഗക്കാർ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും ഏറെക്കാലവും ജീവിക്കും. അല്ല, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനില്ല, മലക്കുകളെല്ലാം മരിച്ചു, എല്ലാത്തിനെയും പുള്ളി തട്ടി. പിന്നെ ഇതിനെ ആരാടാ അറുത്തത്? അള്ളാഹുവേ ഡോയ്
അല്ല, പുള്ളി വിളി കേൾക്കില്ല. പുള്ളി മറ്റേ 12 മുഴം നീളത്തിൽ ഇരിക്കുന്ന സാധനം വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിസിയാണ്. ഉഫ്, എന്താ അവസ്ഥ. പുസ്തകത്തിന്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. മുസ്ലിമിന്റെ ജനനം മരണം, ജനനം ജീവിതം മരണം പരലോകം, അതാണ്. ആ ഇനി ഈ പുസ്തകം അങ്ങോട്ട് കുറച്ച് വായിക്കാം അല്ലേ വാരി ബ്രോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെന്താ, സംസാരിക്കാനുണ്ടോ? സൗരന്മാരെ താഴെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് വായിക്കണമെന്ന് താല്പര്യമുള്ളവരൊന്ന് പറയണേ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പുസ്തകം വായിക്കാം, നിങ്ങൾക്കൊരു വായിക്കും. ഇതായിരിക്കും. ചില്ലാകട്ടെ. ഉം. ആർക്കെങ്കിലും ഒക്കെ വായിക്കണോ? വായിക്കുന്നേ. വായിച്ചു കേൾപ്പിക്കാം. ആ ജെയിംസ് അങ്കിള് പോയെന്ന് തോന്നുന്നു. പോയി. ജെയിംസ് അങ്കിള് പോയല്ലോ അല്ലേ? ധൈര്യമായിട്ട് വായിക്കാം. ആ സ്വർഗവ്യാപ്തി. സ്വർഗത്തിലെ വ്യാപ്തി എത്രയാണ്? നേരത്തെ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് സ്വർഗം. സങ്കല്പ ലോകമല്ല, പ്രവചന വസ്തുതയുമല്ല. നബി അതിനെ നേരിൽ കണ്ടിട്ടുണ്ട്. 7 സ്വർഗങ്ങളും 7 ഭൂമിയും ഇറക്കി വെക്കാൻ മാത്രം വീതിയുണ്ട് കേട്ടോ. പുള്ളി മൊത്തം അളന്നു വെച്ചിരിക്കുക അവിടെ. ആകാശഭൂമിയുടെ വീതിയുള്ള സ്വർഗം എന്ന് ഖുറാൻ വിശേഷിപ്പിച്ചതാണ്. വീതിയേക്കാൾ കൂടുതൽ നീളമാണ് ഉണ്ടാകുക. അത് ശരിയാ, ഓടിയാലും തീരത്തില്ലല്ലോ. എന്നാൽ സ്വർഗത്തിന്റെ നീളം എത്രയെന്ന് അള്ളാഹുവിനറിയാം. അവിടെ പണിവാളി. ആകാശഭൂമികളെയും അതിൽ കാലാകാലങ്ങളിൽ ജീവിച്ച വ്യക്തികളെയും ഉൾക്കൊള്ളാൻ സ്വർഗത്തിന് വ്യാപ്തിയുണ്ട് എന്ന് ബോധിപ്പിക്കപ്പെടുകയാണ്. നമുക്കിടം ലഭിക്കുമോ എന്ന് ആശങ്ക വേണ്ട. സീറ്റ് കിട്ടുമോ എന്നുള്ള റിസർവേഷനിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. സീറ്റ് എല്ലാം ഉണ്ട് അവിടെ. കൺ കുളിർമയാവുന്നതും ദേഹം ആശിക്കുന്നതുമെല്ലാം അവിടെ ലഭിക്കുന്നു. 8 വാതിലുകളാണ് സ്വർഗത്തിനുള്ളത്. 8ൽ പൊട്ടനാ. കോഴിനിസു പിന്നെയും വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. കോഴിനിസു പിന്നെയും വിളിക്കുകയാണ്. 8 വാതിലുകളാണ് സ്വർഗത്തിനുള്ളത്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ധാരാളം നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധജലം, പാൽ, മദ്യം, തേൻ എന്നിങ്ങനെ എല്ലാമാണ് നദിയിലൂടെ ഒഴുകുന്നത്. ഓരോ ദിവസങ്ങളിലും പ്രത്യേകതരം ജലം കുടിപ്പിക്കുന്നു. വാര്യർ ബ്രോ, പ്രത്യേകതരം പ്രത്യേകതരം. ജലമൊക്കെ അതിപ്പോ അവിടുന്ന് അർശിന്റെ അടിയിൽ നിന്ന് വന്ന ജലമാണോ? കോഴിനിസു പിന്നെയും കരയുന്നു. ഇനി അടുത്തത് ഹൂറികൾ, 483 പേജ്. സ്വർഗപ്രവേശനം ലഭിക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക ഒരുക്കി വെച്ചവയാണ് ഹൂറുലീൻ. സ്വർഗീയ സുന്ദരികൾ. ഇവരുടെ മുഖം വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിലാണ്. ഇവര് തെയ്യത്തിന്റെ ആളാ കേട്ടോ. സ്വർഗസുന്ദരികൾ, ഇവരുടെ മുഖം പച്ച, വെള്ള, പച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളിലാണ്. കസ്തൂരി, കുങ്കുമം, അൻബർ, കർപ്പൂരം എന്നിവയാലാണ് ശരീരം തയ്യാറാക്കിയത്. ഇത് കളിപ്പീര് സാധനമാ. ഇല്ല, ഹിറ്റ്ലറിന്റെ അകത്ത് ജഗദീഷ് മറ്റേ ഇല്ല സാധനം എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എവിടെ കുത്തിയാലും ഇത് ഇടിഞ്ഞ് താഴെ വീഴും. പണിവാളി. മനുഷ്യ മണ്ണുകളെ തയ്യാറാക്കിയത്. മനുഷ്യ മണ്ണുകളല്ല, മായിൽ ഹയാത്ത് എന്ന ജലത്തിലാണ് പാകപ്പെടുത്തിയത്. ഉപ്പുവെള്ളത്തിന്റെ സമുദ്രത്തിൽ ഊറികൾ ഒരിക്കൽ തുപ്പിയാൽ ശുദ്ധജലമാകും. കട്ടക്കപമായിരിക്കും കേട്ടോ. അത്രയും പരിശുദ്ധമാണ് തുപ്പുനീര്. അന്നേരം ഇപ്പൊ ഇവൻ രുചിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇവനിത് രുചിച്ചു നോക്കാതെ അങ്ങനെ പറയാൻ പറ്റും? ഇവനൊക്കെ രുചിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും. ഈ തുപ്പുനീരൊക്കെ രുചിക്കാൻ വേണ്ടി ആയിരിക്കും കോഴിനിസും കൂട്ടരും ഒക്കെ ഈ കിടന്നുകൊണ്ട് അറമാദിക്കുന്നത്. എന്താ അവസ്ഥ. അവർ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ അവർക്കായി നിയോഗിക്കപ്പെട്ട മനുഷ്യ മക്കളെ കാത്തിരിക്കുകയാണ്. ഇവിടെ വഴിയും കുത്തിപ്പിടിച്ച് വഴിയിൽ കുത്തിയിരിക്കുക കേട്ടോ എല്ലാണ്ണവും. ഞങ്ങളെ ആഗ്രഹിക്കുന്നവർ നാഥനു വേണ്ടി സദാ ആരാധിക്കുവിൻ എന്ന് ഹൂറികളുടെ മാറിടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേറെ എവിടെ എഴുതാൻ പറ്റിയില്ല കേട്ടോ. അവിടെ ആരായിരിക്കും പച്ച കുത്തിയത്? ഭാര്യ ബ്രോ ബോണ്ടേ. തന്നെ ഇരുന്ന് കുത്തി.
ഇബ്നു മൗസുദ് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദൻ എന്ന സ്വർഗത്തെ സൃഷ്ടിച്ച ശേഷം ജബ്രീലിനോട് അവിടെ സന്ദർശിക്കാനായി പറഞ്ഞു. എന്റെ ഔലിയാക്കൾക്കായി തയ്യാർ ചെയ്തത് കാണുക. അവിടെ സന്ദർശിച്ചു. ഒരു മാളികയിൽ നിന്നൊരു ഹൂറി പുഞ്ചിരിച്ചു. അവളുടെ മുൻപല്ലിന്റെ പ്രകാശത്താൽ ആ സ്വർഗം ആകെ പ്രകാശിക്കുകയായിരുന്നു. അവിടെ കറണ്ട് ചാർജ് ഒന്നുമില്ല കേട്ടോ. ഇവൻ ഇക്കിളി ഇടുമ്പോഴത്തേനും അവള് ചിരിക്കും. ചിരിക്കുമ്പോ മൊത്തം പ്രകാശമാണ്. 2500 വോൾട്ടിന്റെ ബൾബായിരിക്കും ഫ്രണ്ടിൽ പല്ല് തൂക്കിയിട്ടിരിക്കുന്നത്. എന്നെ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് അറിയുമോ? ഇല്ല. അല്ല, ഈ ചിരിക്ക് ഇത്രയും പ്രകാശത്തിന്റെ ഇടയ്ക്ക് വിളി ചോദ്യം ചോദിക്കും കേട്ടോ. അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ദേഹേച്ഛയെ ഉപേക്ഷിച്ചു ആരാധനയിൽ മുഴുകിയവർക്കാണ്. അപ്പൊ മുഹമ്മദിന് കിട്ടത്തില്ല, ഉറപ്പായി. 70 കൂട്ടം വസ്ത്രം ധരിച്ചാലും മജ്ജകൾ വരെ വ്യക്തമാകുന്ന രൂപങ്ങൾ, റമളാനിലെ നോമ്പുകാർക്ക് പ്രത്യേകമായി പല വിശേഷങ്ങളുമുള്ള സുന്ദരികളെ തയ്യാറാക്കി യതായ ഹദീസുകളിൽ കാണാം. അവരെ സ്വീകരിക്കാനും ആസ്വദിക്കാനും അല്പം ത്യാഗം വേണ്ടി വരും. ശകലം പണിപ്പെടേണ്ടി വരും കേട്ടോ. കാരണം ഒരു വർഷത്തോളമൊക്കെ നിന്ന് പണിയണ്ടേ. ഇനി സ്വർഗീയ ഭക്ഷണത്തിലേക്ക് പോവുകയാണ്. ആരും പേടിച്ചോടരുത്. ഒരാൾക്ക് 100 പേരുടെ ശക്തി ഉണ്ടാകും. അത് പിന്നെ വേണമല്ലോ, ഒരു 100 പേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതല്ലേ. ഭക്ഷണം, പാനീയം, ഭോഗം എന്നിവയിലെല്ലാം 100 പേർ ചെയ്യുന്നത് ഒരാൾക്ക് പ്രവർത്തിക്കാനാകും. കേട്ടോ, ഒരാൾക്ക് 100 പേരുടെ ശക്തി ഉണ്ടാവും. ഭക്ഷണം, പാനീയം, ഭോഗം എന്നിവയിലെല്ലാം 100 പേർ ചെയ്യുന്നത് ഒരാൾക്ക് പ്രവർത്തിക്കാനാകും. ഇത് കമ്പ്യൂട്ടർ മറ്റേ മെഷീനാ കേട്ടോ. അപ്പൊ 100 പേരുടെ ഭക്ഷണം ഇവൻ ഒറ്റ. അപ്പൊ ഈ അള്ളാഹു അവിടെ പണിയെടുത്ത് പണ്ടാരിപ്പണിയെടുത്ത് പണ്ടാരം തുടങ്ങുമല്ലോ വിജു പാസ്റ്ററെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പുള്ളി രാവിലെ ഒരു നെയ്ച്ചോറും ബിരിയാണിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടാരിയായിട്ട് തലയെക്കെട്ടും കെട്ടി അവിടെ നിൽക്കുക. കാരണം ഭക്ഷണം ഉണ്ടാക്കി ഒരു പരുവാകുകയാ. പുസ്തകത്തിന്റെ പേര് മുസ്ലിമിന്റെ ജനനം, ജീവിതം, മരണം, പരലോകം. പേജ് നമ്പർ 484 കേട്ടോ. കാശ് കൊടുത്ത് മേടിച്ചാൽ മതി കാക്കാമാരെ. ഇത് പുറത്തേക്ക് ഇനിയും ബാക്കിയുള്ള സഹോദരന്മാരെടുത്ത് യൂട്യൂബിൽ ഇടുമ്പോഴത്തേനും ഒരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം ഏതാന്ന് പറയുന്നത്. സ്വർഗീയ ഭക്ഷണം. ഇബ്നു അബ്ബാസ് പറയുന്നു, ഔലിയാക്കൾ ഒരിനം പഴങ്ങൾ ഭക്ഷിച്ചു. മറ്റൊന്നിലേക്ക് ആശിച്ചാൽ അള്ളാഹു പറയും, അതിനെ എത്തിച്ചു കൊടുക്കുക. മുത്ത് മാണിക്യത്തിന്റെ 70 തളികയിൽ അത്രയും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. വെയിറ്റർ അവിടെ ഓടി പണ്ടാരോടും കേട്ടോ. തീ തൊട്ടതോ പാചകക്കാരൻ പാചകം ചെയ്തതോ അല്ല. പക്ഷെ വേവിച്ച ഭക്ഷണം ആശിച്ചാൽ അവിടെ ലഭിച്ചിരിക്കും. വാര് ബ്രോ, ഇതില്ല ഈ ഒരാള് മാത്രമുള്ള ചായക്കടയിലേ പുറത്തിരുന്നോണ്ട് പറയത്തില്ല, 2 ചായ. അപ്പം അകത്തെല്ലാം അത് തന്നെ സാധനം. ഇതാരും ഉണ്ടാക്കി വെച്ചതല്ല, ആശിച്ച സാധനം അവിടെ കിട്ടി. ഇത് തന്നെയാണ്. സുക്കൂറിന് 2 പൊറോട്ട, ഒരു ബീഫേ. എന്നിട്ട് ഇപ്പുറത്തെ വഴി കൂടെ പോയി എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുന്ന കണക്കാ. പക്ഷെ വേവിച്ച ഭക്ഷണം ആശിച്ചാൽ അവ ലഭിച്ചിരിക്കും. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ആഗ്രഹിക്കുന്ന ഭക്ഷ്യപാനീയ വിഭവങ്ങൾ അവിടെ ലഭ്യമാകും. ഐഹിക ഒരു സംശയം. അപ്പൊ അവിടെ നിന്ന് വേവിച്ച പോർക്കിറച്ചി ആഗ്രഹിച്ചാലോ? കിട്ടും. അതറിഞ്ഞാ മതി. അതും കിട്ടും. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ആഗ്രഹിക്കുന്ന ഭക്ഷ്യപാനീയ വിഭവങ്ങൾ അവിടെ ലഭ്യമാകും. ഐഹിക ഭക്ഷണത്തോട് ഒരിക്കലും താല്പര്യം ചെയ്യാനാവാത്ത ഭക്ഷണങ്ങളാണ് അവിടെ. ഇതെല്ലാം ആസ്വദിക്കാൻ റബ്ബു തുണയ്ക്കട്ടെ. ആമീൻ. ഇനി സ്വർഗത്തിലെ സന്ദർശനമുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. പേജ് നമ്പർ 484, മുസ്ലിമിന്റെ ജനനം. സന്ദർശന